മൊജിറ്റ് കുടിക്കണല്ല. ആക്ച്വലി നിന്നെ എല്ലാരും വായിട്ടോ അത്ര പിടിക്കുന്നുണ്ട്. മമ്മൂക്കൊക്കെ മറ്റേ പടത്തിന് ടിക്കറ്റ് എടുക്കാൻ പറയുന്നതിലൊന്നും കണ്ട് നോക്കി ചിലർക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ നമ്മള് 1 മാസത്തിന് ശേഷം കണ്ണൂരെത്തി. നമ്മൾ ആക്ച്വലി ഭയങ്കര ഹോം സിക്നെസ്സിലെ ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് വീട്ടിലേക്ക് ഓടി വരും. പക്ഷെ ഇപ്രാവശ്യം 1 മാസമായിട്ട് വരാൻ വേണ്ടി പറ്റിയില്ല. ഒരു രീതിയിലും പറ്റിയില്ല നമുക്ക്. അല്ലെങ്കിൽ നമ്മള് 1 മാസത്തില് വർക്ക് ഉണ്ടെങ്കിലും അഥവാ 2 ദിവസമൊക്കെ ഗ്യാപ്പ് കിട്ടിയാൽ നമ്മള് വേഗം വരുന്നതാണ് ഇങ്ങോട്ടേക്ക്. നമുക്ക് ഇപ്രാവശ്യം അതുപോലും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അതേപോലെ റീസൺ അച്ഛനും അമ്മയും അനിയനും എറണാകുളത്തേക്ക് ഞങ്ങളുടെ അപ്പാർട്ട്മെന്റ് ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. അപ്പൊ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഒന്നിച്ച് തിരിച്ച് ഇങ്ങോട്ടേക്ക് നാട്ടിലേക്ക് വരാം എന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. അതിന്റെയൊക്കെ കുറെ കട്ട്സ് കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങള് അതൊക്കെ കണ്ടിട്ട് വാ. പറഞ്ഞോ, ഫുഡ് എങ്ങനെയുണ്ട്? എന്ത് പ്ലേറ്റ് അട്ടിയിലുണ്ട് കേട്ടോ. ഇതിങ്ങനെ പ്ലേറ്റ് ഉണ്ട് കേട്ടോ. മൊജിറ്റ് കുടിക്കണല്ല. മൊയ്റ്റോ കാര്യത്തില് മൊജിറ്റോ ഓർഡർ ചെയ്യാം. വെരി ഗുഡ്. ഏമാ വരൂല എന്നുള്ള സമാധാനത്തിലേക്കാണ് നമ്മ. മൊയ്റ്റോ ആണോ? മുത്തീറ്റോ തീർക്കട്ടെ. അപ്പോഴേ പറഞ്ഞ വാങ്ങണ്ട. ചോറ്, ഇച്ചിരി കറി, ഇച്ചിരി പൊരിച്ചതിന്റെ കഷ്ണം. ഒരു കഷ്ണോ? ഒരുപാട് കഷ്ണങ്ങൾ കൂടിയിട്ടുള്ള ഒരു മീൻ. ഒരു ഫുൾ കേരം. അത് കഴിഞ്ഞിട്ട് വയറ് നിറയാത്തോണ്ടാണ് സോന പാപ്പടി അല്ല, സോൻ പാപ്പടി. സോൻ പാപ്പടിയാന്നോ സോന പാപ്പടിയാന്നോ കമന്റ് ചെയ്യേണ്ടി. അങ്ങനെ കമന്റ് വരികയാണെങ്കിൽ വരട്ടെ അങ്ങോട്ട്. എന്തായാലും ഈ പിപ്പിടി എനിക്ക് ഇഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ എന്റെ ഡൗട്ട് ആരെങ്കിലും അറിയെങ്കിലും കേരാന്ന് പറഞ്ഞ മീനിനെ കണ്ണൂരിൽ എന്താ പറയാന്നുള്ളത് കണ്ടുപിടിക്കണം. ഇവിടെ എറണാകുളത്ത് കേര, മറ്റേ വലിയ മീൻ. അതിന് എന്താ പറയാ ശരിക്കും കണ്ണൂര്? തിന്നുങ്ങളോ? അതിപ്പോ വൈകിട്ട് നാട്ടെ വിചാരിക്കില്ലേ നമ്മളെന്തെങ്കിലും. ഓൾവേസ് നമ്മളിങ്ങനെയാണ്. ഒരാളൊന്ന് ചെറുതായിട്ട് ആരെങ്കിലും ഒരാൾ ഊക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ പിന്നെ ഊക്കാന്ന്. അപ്പൊ ആർക്കും ഞാൻ സത്യം പറഞ്ഞ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ ഇങ്ങനെ ഇരിക്കും. അയ്യോ ഒന്നും പറയാനും പറ്റില്ലല്ലോ. ഞാൻ എന്റെ വായ തുറന്നാല് അവര് വിചാരിക്കില്ലേ നാക്കുള്ള കൊണ്ടൊന്നും. അപ്പൊ ഞാൻ അധികം മിണ്ടൂല. പിന്നെ എനിക്ക് മനസ്സിലായി വായ തുറന്നിട്ടില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ വായ പൂട്ടണല്ല. ഇവരെല്ലാരും പൂട്ടിക്കണ്ട. നമ്മളിനി എങ്ങോട്ടാണ് പോകുന്നത്? അതാണ് ചോദ്യം. നമ്മളിനി എങ്ങോട്ടാ? നമുക്കറിയാൻ പാടില്ല. നമ്മള് രാവിലെ ഫുഡെല്ലാം കഴിച്ചിട്ട് ഒരു കുടുംബ വീടുണ്ടായിരുന്നു ഇവിടെ അടുത്ത് കാക്കനാട്. അവിടെ പോയി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഫുഡ് കഴിച്ച് എന്നിട്ടാണ് നമ്മളിത് തുടങ്ങുന്നത്. ഈ അടുത്ത ഫുഡ് കഴിക്കണം. നമുക്ക് കൊച്ചിയിൽ അങ്ങനെ കാണാൻ മാത്രമുള്ള സ്പോട്ട് എന്തൊക്കെയാന്ന് അറിയാൻ പാടില്ല. എനിക്കറിയില്ല. നിങ്ങൾക്കറിയോ? അറിയോ? ഹിൽ പാലസ്, പിന്നെ ഫോറം മാള്, ഓബ്രോഡ് മാള്, ആ സിനിമ കണ്ടു നടക്കുന്ന സ്ഥലങ്ങളെ അറിയുള്ളൂ. എനിക്കറിയില്ല സത്യം. ഞാൻ മാത്രമല്ല. നീ 2-3 പ്രാവശ്യം വന്നില്ല കൊച്ചി. അവൻ ഡക്കാത്തലോൺ അറിയാം, മഹാരാജാസ് കോളേജ് അറിയാം. കുട്ടി അറിയുമെന്ന് ചോദിച്ചാൽ അറിയെങ്കിലല്ലേ പറയാൻ പറ്റും. അറിയില്ല എന്ന് പറഞ്ഞൂടെ? അറിയില്ല. അപ്പൊ നമ്മളെ മൊത്തത്തിൽ ഒന്ന് തീരുമാനമാക്കിട്ട് വരാം. അങ്ങനെ നമ്മൾ തീരുമാനിച്ചു. നമ്മൾ എവിടെ പോകുന്നത്? സാധനങ്ങൾ വാങ്ങണം. ബ്രോഡ്വേ പോവാന്ന് പറഞ്ഞു. ബ്രോഡ്വേയിൽ ഇപ്പൊ ഭയങ്കര ക്രിസ്മസ് പ്രമാണിച്ച് ഭയങ്കര തിരക്കാന്ന് ഏട്ടൻ പറഞ്ഞു. പ്രമാണിച്ച് നല്ല മലയാളം ഭയങ്കര തിരക്കാണ്.
തിരക്കി വീണെന്ന് പറയാ ക്രൗഡ് ആണെന്ന് പറഞ്ഞു. ക്രൗഡ് അത് മലയാളം മലയാളം തന്നെ ആണോ? എല്ലാരും വ്ലോഗ് തുടങ്ങുന്ന് പറഞ്ഞിട്ട് നിന്നിട്ട് നമ്മള് വ്ലോഗ് തുടങ്ങി. ഇതാണ് നമ്മള് മുന്നേ വ്ലോഗ് തുടങ്ങാതിരുന്നത്. ഈ വീട്ടിൽ ആരും ഓർമ്മയില്ല. 2 കാരണങ്ങളുണ്ടാ വ്ലോഗ് തുടങ്ങണ്ടേ. ഒന്ന്, മറന്നു. വ്ലോഗ് എടുക്കാൻ പറഞ്ഞിട്ട് റെസ്റ്റോറന്റിൽ പോയി കുത്തി കംപ്ലീറ്റ് തിന്ന് തീർത്ത് എല്ലാം കഴിഞ്ഞ് പ്ലേറ്റ് ഒക്കെ തുടച്ചപ്പോ കഴിക്കുന്ന വ്ലോഗ് എടുക്കുന്നുണ്ട്. ഞാൻ കഴിച്ചു. ആ ഫസ്റ്റ് തിന്ന് തീർത്തത് അവനാ. ഫസ്റ്റ് അത് വിഷയമല്ല, ചോദിച്ചത് ഞാൻ. ഫസ്റ്റ് തിന്ന് കഴിഞ്ഞു ഞാൻ ചോറ് മാത്രം ഇച്ചിരി പൊടി വാങ്ങിയിട്ട് തിന്ന് കാര്യം പറ്റും. ഫസ്റ്റ് കഴിച്ചത് ആരാന്നാ പറഞ്ഞത്. ഇച്ചിരി പൊടിയാ കച്ചറപ്പൊടി പറഞ്ഞ വിഷയം. ഒന്നാമത്തെ കാരണം മറന്നു. രണ്ടാമത്തെ കാരണം ചെന്ന പിന്നോക്കലും. ഇതൊക്കെ ഒരാള് തളർന്ന പിന്നെ തളരുന്നത് ഏച്ചി മാത്രാണ്, നമ്മള് തളരുന്നില്ല. അടിച്ചടിച്ച് ഉറക്കം വരുന്ന ഒരു പ്രശ്നമുള്ളു. പക്ഷെ ഇതാവും ട്രെയിൻഡായി മാറിയല്ലേ ഞാൻ സംസാരിക്കാത്ത ഞാനായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ പിന്നെയും അടിച്ചിട്ടുണ്ട്. ആദ്യ മാസം അല്ലെങ്കിൽ ഞാൻ നേരത്തെ ഓഫിന്റെ മറ്റേ മുഖം കാണിച്ച് ആദ്യത്തെ മാസം വരുന്ന മറ്റേ ഈ സാധനം ഇങ്ങനെ ചുണ്ട് കാണിച്ച സാധനം ഇല്ലേ, കാണിച്ചേ ഒഫൻഡ് ആയി കഴിഞ്ഞാൽ വിഷമായി കഴിഞ്ഞാ അത് ഒഫൻഡ് ആകുന്ന സമയത്തും വിഷമം വരുന്ന സമയത്തും മാത്രമേ വരൂ. അത് കാണിക്കില്ല. അതല്ല, പ്രേക്ഷകർക്ക് അടുത്ത എപ്പിസോഡുകളിൽ കാണിച്ചു തരുന്നതായിരിക്കും. സസ്പെൻസ്. നല്ല ബ്ലോക്കില്ല, നമ്മൾ അവിടെ എത്തുമെന്ന് നമുക്ക് ഒരു പിടുത്തമില്ല. പക്ഷെ പകുതി വരെ പോയിട്ട് രാത്രി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകുന്നതായിരിക്കും. നമ്മളിപ്പോ പകുതി പോലും എത്തില്ലല്ലോ അല്ലേ? നമ്മളിപ്പോ അപ്പോ എന്തിനാന്നറിയില്ല, നാട്ടിൽ നിന്ന് അച്ഛനമ്മയൊക്കെ വന്ന സമയത്ത് ബ്രോഡ്വേയിൽ പോണം. ബ്രോഡ്വേയിൽ ഇതുപോലെ സാധനങ്ങളൊക്കെ എടുത്തു, ഇതേപോലെ സാധനങ്ങളൊക്കെ നോക്കി ഇങ്ങനെ നടക്കണം എന്ന്. മലയാളികളുടെ സ്ഥിരമായിട്ടുള്ള രീതി, ഒന്നും വാങ്ങാനൊന്നും വേണ്ടെങ്കിലും വെറുതെ ഇങ്ങനെ നടന്ന് കുറെ ആൾക്കാരൊക്കെ പോയി കുറെ കടയൊക്കെ കണ്ട് പിള്ളേരുടെ ഓരോ സന്തോഷം. നല്ല ബ്ലോഗ്, എല്ലാരും വരിയായിട്ട് നിർത്തി. നമ്മൾ മാത്രം നല്ല ബ്ലോക്ക്. അറിയില്ല, ഞാൻ പോയ വണ്ടിയുടെ നമ്പർ നോട്ട് ചെയ്ത് വെച്ചിട്ട് തിരിച്ചു നോക്കല്ല. വണ്ടി ഫ്രോങ്സ് കണ്ടമാന വണ്ടിയുണ്ട്. പക്ഷെ ഇപ്പൊ നല്ലോണം വണ്ടി വരുന്നുണ്ട് ഇങ്ങോട്ട്. ഞാൻ കാണിച്ചു തരാം. വരിയായിട്ട് നിർത്തി. ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ചെക്ക് ചെയ്യാൻ പറ്റില്ല അല്ലേ? നമ്മളൊരു ബസ് പോയപ്പോ അതിന്റെ ബാക്കിലേ പോയി. നമ്മളിവിടെ എത്തിയപ്പോ ബ്ലോക്കിൽ തീർന്നു, എല്ലാരും പോയിക്കൊണ്ടിരിക്കുന്നു. അടുത്ത ബസ് ഒരു ജങ്കാറാണല്ലേ. ക്യൂ നിന്നത് ജങ്കാർ കയറാനുള്ള ക്യൂ ആയിരുന്നു. നമ്മള് വന്ന് റോഡ് തീർന്നില്ല, സത്യമുള്ള കാര്യം. വഴി തെറ്റിപ്പോയി. കറക്കവും പരിപാടിയെല്ലാം കഴിച്ച് നേരെ സ്റ്റുഡിയോയില് സാധനം എടുക്കാൻ വേണ്ടി ഒരാളെ വിട്ടു. ആളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഒരാളിവിടെ പോസ്റ്റ് ആയിരിക്കുന്നു, ഒരാളിവിടെ പോസ്റ്റ് ആയിരിക്കുന്നു. ബാക്കി 2 ആൾക്കാരെ കാണിച്ചിടാം. ഇത് നമ്മളെ കാത്തിക്കുന്ന അമ്മ കുടിച്ച് പിടിച്ചോണ്ടിരിക്കും. ഇവിടെ കിടന്ന് തപ്പി പൂണ്ട് വിളയാടിക്കുന്നു. രസമില്ല. എന്താ വേണ്ടേ? ടോപ്പാണോ മിഡിയാണോ? അങ്ങനൊന്നുമില്ല, കണ്ടിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ എടുക്കാൻ വെച്ചാണ്. അപ്പൊ അവര് വന്നു, അവരുടെ കൂടെ എറണാകുളത്തൊക്കെ അത്യാവശ്യം കറങ്ങി
സ്ഥലമൊക്കെ പൊളിഞ്ഞു. നല്ല പരിപാടികളൊക്കെ ചെറിയ ചെറിയ പരിപാടിയൊക്കെ പ്ലാൻ ചെയ്ത് ഫാമിലി മൊമെന്റ്സ് ഞങ്ങൾ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് കുറച്ച് 1-2 സ്ഥലങ്ങളിലൊക്കെ പോയിരിക്കണം, ഒന്ന് ഫോട്ടോഷിപ്പ് പോയിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് ഷോപ്പിംഗ് പരിപാടികൾ നടത്തണം. ഇങ്ങനെ കുറച്ച് അധികം പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം ഭംഗിയായിട്ട് പോയി, എല്ലാം നല്ല രീതിയിൽ പൊളിഞ്ഞായിരുന്നു. ഒന്നാമത് അമ്മയ്ക്കും അപ്പൂനും നല്ല കോൾഡ് ആയിരുന്നു, അപ്പൊ അവർക്ക് തീരെ വയ്യായിരുന്നു. പിന്നെ നമ്മളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന സമയത്ത് അതൊക്കെ മറന്നിട്ട് നിക്കാന്നുള്ള മൂഡിലായിരുന്നു അവര്. പക്ഷെ നമ്മള് വിചാരിച്ച സ്ഥലത്തൊന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല. പിന്നെ അവിടെ ഞങ്ങളും ഡെസ്പായി. ഫോട്ടോജിപ്പ് പോകാണ്ട് നോക്കി അവിടെ എന്തോ മുഖ്യമന്ത്രി വിസിറ്റോ എന്തോ പരിപാടി ഉണ്ടായിട്ട് ബ്ലോക്ക് കുറച്ചധികം ഉണ്ടായി. പിന്നെ ഞങ്ങൾക്ക് ടൈം ഉണ്ടായിരുന്നില്ല ബ്ലോക്കിൽ നിൽക്കാൻ വേണ്ടിട്ട്. വൈപ്പിന് വഴി വന്ന് ജങ്കാർ വഴി നോക്കിയപ്പോൾ അവിടെയും നല്ല ബ്ലോക്ക് ഉണ്ട്. മറൈൻ ഡ്രൈവ് പോയപ്പോൾ അവിടെ മഴ, അമ്മക്കും അനിയനും ചെറിയൊരു പനി പരിപാടി ആയിരുന്നു. പിന്നെ മൊത്തത്തിൽ പരിപാടി. പിന്നെ അതേപോലെ നമ്മളെ ഒരു 8 മാസമായിട്ട് വലിയൊരു ആഗ്രഹമായിട്ട് കൊണ്ട് നടന്ന 10 മാസമായിട്ട് വലിയൊരു ആഗ്രഹമായിട്ട് കൊണ്ട് നടന്നിട്ടുള്ള ഒരു കാര്യം ഇപ്പം നടന്നു. അത് ഞാൻ ഇതുവരെ ഗുരുവായൂർ പോയിട്ടുണ്ട്, പക്ഷെ അത് ചെറുതിലാണ്. എനിക്ക് എന്റെ ഓർമ്മയിൽ ഗുരുവായൂർ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ സിനിമയിലും വീഡിയോസിലൊക്കെ കണ്ടതേ ഉള്ളൂ, അല്ലാണ്ട് എനിക്ക് അറിയില്ല. അപ്പം വേറെ ഒന്നും എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ അമ്മേന്റെ അടുത്ത് ചോദിച്ച് എന്നെ എപ്പോഴാണ് കൊണ്ടുപോയെന്ന് പറഞ്ഞപ്പം 3ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ അങ്ങനെ എന്തോ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു ചോറൂണെങ്ങാനും ബാക്കി ഉണ്ടായിട്ട് അത്രയും ലേറ്റ് ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്റെ ഓർമ്മയിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. പോയിട്ടുണ്ടെന്ന് അറിയാം, ഈ ഒരു ചെറിയ പ്രായത്തിൽ പോയിട്ടുണ്ടെന്ന് അറിയാം, ഓർമ്മകളില്ല. പിന്നെ എനിക്ക് ഉണ്ടായിരുന്നത് ഗുരുവായൂരിന്ന് താലി കെട്ടണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്റെ കല്യാണം ഗുരുവായൂരത്തായിരിക്കണം എന്ന്. അത് നടന്നില്ല. അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് നമ്മളൊരു തുളസി സോറി ഒന്നുകൂടെ അത് കട്ട് അയ്യോ അത് കട്ട് ചെയ്തിട്ട് വീഡിയോ ഇറങ്ങൂല. ഫ്ലോ പോയാ ഒരു തുളസി മാലയൊക്കെ ഇട്ടിട്ട് അലമ്പാക്കരുത്. ഒരു തുളസി മലയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് ചെറിയ വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതും നടന്നില്ല. അത് കഴിഞ്ഞാൽ പിന്നെ പോട്ടെ, കല്യാണം കഴിഞ്ഞ് ഒരു അമ്പൽ വിസിറ്റ് അങ്ങനെയുള്ള രീതിയിൽ എന്തെങ്കിലും രീതി നോക്കാം എന്ന് വിചാരിച്ചിട്ട് അതും നടന്നില്ല. പിന്നെ കല്യാണം കഴിഞ്ഞ് 10 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഗുരുവായൂർ കാണുന്നത്. അപ്പൊ നമ്മളെല്ലാരും കൂടി ഗുരുവായൂർ പോയി.